നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പോയി മോളെ, അവസാനം എന്നെ ഒന്ന് കാണാൻ പോലും മുഖം തരാതെ എന്റെയൊക്കെ പോയി കളഞ്ഞു. നിങ്ങളെ പറ്റി എപ്പോഴും എന്നോട് പറയുമായിരുന്നു, സച്ചിക്കും അർച്ചനയ്ക്കും എന്തത്യാവശ്യം ഉണ്ടായാലും അവിടെ ഇല്ലെങ്കിലും എന്നോട് ഓടിച്ചിടണമെന്ന് പറയുമായിരുന്നു. സിന്ധു ചേച്ചി വിളിച്ചിരുന്നു. നമ്മളിപ്പോ ഗസ്റ്റ് ഹൗസിലെ അതെ, ചേച്ചി ഫോൺ ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോ തന്നെ ആദരം കണ്ടില്ലെന്ന്. നടന്നൊക്കെ പിന്നീട് ചേച്ചി അറിഞ്ഞതെന്ന് അവന്തികടുത്തി പറഞ്ഞിട്ട്. അവന്തികടുത്തി പറഞ്ഞ് ഇപ്പോഴാണോ സച്ചേട്ടനെ അവരെ വിളിക്കുന്നത്? ഇപ്പോഴായിരിക്കും വിളിക്കാൻ അവർക്ക് സമയം കിട്ടിയത്. മരണവാർത്ത അറിഞ്ഞ് പെട്ടെന്ന് അവിടുന്ന് പോരേണ്ടി വന്നതുകൊണ്ട്, ഇല്ലെങ്കിൽ സിന്ധു ചേച്ചിക്ക് ഫോൺ വന്നതും ആ സമയത്ത് തന്നെ അതൊക്കെ അവിടെ സംഭവിച്ചതും എല്ലാം ഞാൻ കണ്ടുപിടിക്കുമായിരുന്നു. എന്താണെന്നറിയില്ല, കുറച്ചു ദിവസമായിട്ട് എന്ത് പറഞ്ഞാലും താനത് സംശയദൃഷ്ടിയോടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അതെന്താടോ അങ്ങനെ? ചുറ്റിലും നടക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളായതുകൊണ്ട്. കുറെ ദിവസമായിട്ടെന്ന് സച്ചേട്ടൻ പറഞ്ഞില്ലേ, അതിനർത്ഥം മുൻപ് ഞാൻ അങ്ങനെ അല്ലായിരുന്നു എന്നല്ലേ? ശരിയാണ്, ഞാൻ അങ്ങനെ അല്ലായിരുന്നു. സച്ചേട്ടനോടൊപ്പം സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു കുടുംബജീവിതം ആഗ്രഹിച്ച് ഇവിടേക്ക് വന്നതാ ഞാൻ. പക്ഷേ എല്ലാ സംശയത്തിൽ കൂടി നോക്കി കാണാൻ പഠിപ്പിച്ചതും ചിന്തിപ്പിച്ചതും ചുറ്റുമുള്ളവര് തന്നെയാ. ചുറ്റുമുള്ളവരെന്ന് പറയുമ്പോ ഞാനും ഉണ്ടോ അതില്? ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ആഗ്രഹങ്ങളിലൂടെ കയറി വന്ന എന്നെ ആദ്യം ഞെട്ടിച്ചത് സച്ചേട്ടൻ തന്നെയല്ലേ? അവിടെ മുതലാ ശരിക്കും ഞാൻ എന്താണെന്നും എന്നെ കൊണ്ട് എന്തൊക്കെ പറ്റുമെന്നും എനിക്ക് എന്നെ മനസ്സിലായത്. ഞാൻ സച്ചേട്ടനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇതൊക്കെ നമ്മൾ പലതവണയായി പറഞ്ഞും കേട്ടും മടുത്തതുവാ. എത്രയൊക്കെ സന്തോഷം എന്ന് പറഞ്ഞാലും ചിലതൊന്നും മനസ്സിൽ നിന്ന് പോവില്ലല്ലോ സച്ചേട്ടാ. എടോ, ഞാനത് വെറുതെ പറഞ്ഞതാ, തന്നെ ഒന്ന് കളയാക്കാൻ വേണ്ടി. അതങ്ങനെയാണെങ്കിലും സച്ചേട്ടൻ പറഞ്ഞാൽ ശരിയാ. വലിയ വലിയ സംശയങ്ങളാ എന്റെ മനസ്സ് മുഴുവൻ. അതിന് എനിക്ക് വിശദീകരിക്കാനാവാത്ത കാരണങ്ങളും ഉണ്ട്. ആ ശരി, എങ്കിൽ ഇപ്പൊ തന്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ സംശയം എന്താ? താൻ പറയേ, നമുക്കതിന് പരിഹാരം കണ്ടുപിടിച്ചു കളയാം. താൻ പറഞ്ഞോ? പറയട്ടെ? ആ പറയടോ. ഡോക്ടർ അബ്ദുൽ ഖാദറിന്റെ മരണം. എനിക്ക് ആ മരണത്തിൽ സംശയമുണ്ട്. എന്ത് സംശയം? അത് ഒരു ആക്സിഡന്റ് അല്ലേ? ആണ്, പക്ഷേ അത് മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കിയ ഒരു അപകടമാണോ എന്ന് ഞാനിപ്പോ സംശയിക്കുന്നുണ്ട്. എന്ത് കാരണം കൊണ്ട്? ഒന്നുമില്ലാതെ താൻ സംശയിക്കില്ലല്ലോ. കാരണമുണ്ട്. അനൂപേട്ടന് ആക്സിഡന്റ് ആയ സമയം സച്ചേട്ടന് ഓർമ്മയില്ലേ? അതെ, അന്ന് നമ്മള് ഡൽഹിയിലായിരുന്നല്ലോ. അതെ, അന്ന് നമ്മൾ അവിടെയായിരുന്നു. ഇപ്പോ ഡോക്ടർക്ക് ആക്സിഡന്റ് പറ്റിയപ്പോ നമ്മൾ മലമുകളിലും. നമ്മൾ സ്ഥലത്തില്ലാതിരുന്നപ്പോ ആയിരുന്നു ഇതൊക്കെ. അതായത് ഒന്നുകിൽ നമ്മൾ ഇവിടേക്ക് വേഗം വരണം, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് രക്ഷിക്കാനാവാത്ത വിധം ആയിരിക്കണോ അവര്. ട്രാവലറാണ് ഇടിച്ചെന്ന് സന്ധ്യ ഡോക്ടർ പറഞ്ഞില്ലേ? അനൂപേണ്ണെ ഇടിച്ചത് ട്രാവലർ തന്നെയാ, ഏകദേശം ഒരേ സമയത്ത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അനൂപേട്ടന്റെ അപകടം, മാനേജർ വിജയുടെ ദുരൂഹ മരണം, ഡോക്ടർ അബ്ദുൽ ഖാദറിന്റെ ജീവനെടുത്ത ആക്സിഡന്റ്, ക്രമമായ ഇടവേളകളില ഓരോ അപകടവും. താൻ പറഞ്ഞു വരുന്നത് ചില സിനിമകളിൽ കാണുന്ന പോലെ ഇതിന്റെ പിന്നിലെല്ലാം ഒരാളാണെന്നാണോ? ഒരു സീരിയൽ കില്ലർ പോലെ? ആവാം, ആവാതിരിക്കാം. ചിലപ്പോ ഇതൊക്കെ എന്റെ സംശയങ്ങളാവാം. ആ സംശയങ്ങൾ ശരിയാണെങ്കിൽ എല്ലാം ചെന്നെത്തി നിൽക്കുന്നത് ഒരേ ഒരാളിൽ തന്നെയാവും.
പ്രതീക്ഷിക്കുന്ന നിങ്ങളാരും പ്രതീക്ഷിക്കാത്ത ഒരാളിൽ എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. അന്ന് എന്നെ ആതിരെ ഓടിച്ചതും കൊല്ലാൻ നോക്കിയതും യാദൃശ്ചികമായി സംഭവിച്ച ഒന്നല്ല. സമയമെടുത്ത് ആലോചിച്ച് നടപ്പിലാക്കിയ ഒരു കൊലപാതകമാണ്. സച്ചേട്ടൻ വന്നതുകൊണ്ട് അത് കൊലപാതക ശ്രമമായി എന്ന് മാത്രം. താൻ പറഞ്ഞില്ലേ തനിക്ക് ആരെയോ സംശയമുണ്ടെന്ന്? അതാരാ? താൻ പറയ്, അതാരായിരുന്നാലും. ഡോക്ടർ അബ്ദുൽ ഖാദറിന്റെ കൊലയാളി ആരെന്നറിയുന്ന ആദ്യത്തെ ആൾ ഞാനും സച്ചേട്ടനാവും. ആ കൊലയാളിയുടെ പേര് ഞാൻ വെളിപ്പെടുത്താത്തത് ആ ആൾക്കെതിരെ ഞാനൊരു വാക്ക് മിണ്ടിയ ആരും പെട്ടെന്നത് വിശ്വസിച്ചൊന്നും വരില്ല. എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കുന്ന എനിക്ക് ശക്തമായ തെളിവുകളുടെ പിൻബലത്തിൽ മാത്രമേ ഞാൻ സംശയിക്കുന്ന ആളെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്താൻ പറ്റൂ. എന്റെ സംശയങ്ങളെ അതേപടി മനസ്സിലാക്കാനും എന്നെ പല ആപത്തുകളിൽ നിന്ന് രക്ഷിക്കാനും ഇതുവരെ സഹോദര തുല്യനായി ഡോക്ടർ അബ്ദുൽ ഖാദർ ഉണ്ടായിരുന്നു. സഹോദരിക്ക് തുല്യമായി സന്ധ്യ ഡോക്ടറും. അവരിൽ ഒരാൾ ഇപ്പൊ ജീവനോടെയില്ല. രണ്ടാമത്തെ ആളെ ഇതൊന്നും അറിയിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ട് സച്ചേട്ടൻ വേണം എന്റെ കൂടെ എല്ലാത്തിനും. അബ്ദുൽ ഖാദറിന്റെ മരണം സ്വാഭാവിക മരണമാണോ എന്ന് നമുക്കറിയണം. ഞാനെന്നും തന്റെ കൂടെ ഉണ്ടായിരുന്നു. താനൊന്നും എന്നെ അറിയിച്ചില്ലെന്നേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ തന്റെ കൂടെ തന്നെ ഉണ്ട്, എല്ലാത്തിനും. തന്റെ സംശയങ്ങളെല്ലാം വേഗം തീർത്ത് നമുക്ക് നമ്മുടെ ജീവിതം ജീവിക്കണം. തന്റെ ആഗ്രഹം പോലെ തന്നെ. അതെ സച്ചേട്ടൻ, എല്ലാം വേഗം തീർത്ത് സ്വസ്ഥാവണം. നമുക്ക് ആശങ്കകൾക്കെല്ലാം അവസാനം കണ്ടെത്തണം. സന്ധ്യ ഡോക്ടർ പറഞ്ഞില്ലേ ഡോക്ടർ അബ്ദുൽ ഖാദറിന് എന്തോ വലിയൊരു സർപ്രൈസ് പറയാനുണ്ടായിരുന്നു എന്ന്? ആ പറഞ്ഞു. മറ്റാരുടെയോ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഡോക്ടർ അബ്ദുൽ ഖാദർ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അത് പറയാനാവണം അന്ന് രാത്രി നമ്മളെ വിളിച്ചത്. അതിനെല്ലാം മുമ്പേ ആ ടെമ്പോ ട്രാവലർ ആരുടേതാണെന്നും ആരാണ് ഡ്രൈവർ എന്നും അറിയണം. അയാളുടെ ഫോണിലെ കോൾ ലിസ്റ്റ് പരിശോധിച്ച ഒരുപക്ഷെ നമ്മൾ തിരയുന്ന ആളുടെ പേരും മേൽവിലാസവും കിട്ടും. ആദ്യം തെളിവ് ശേഖരിക്കാം, അതിനുശേഷം ശിക്ഷ. നമ്മളെ പോലൊരു പെണ്ണ് തന്നെയല്ലേ അർച്ചനയും? എന്റെ ചേച്ചിയുടെ എത്രയോ താഴെയാണ് അർച്ചന. എനിക്കറിയാം, ചേച്ചി നിൽക്കേണ്ട പോലെ നിന്നാ അർച്ചനയെ നമുക്ക് തോൽപ്പിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ചേച്ചി തുറന്ന് സമ്മതിക്ക്, അർച്ചനയുടെ കീഴിലാണ് നമ്മളെന്ന്. ചേച്ചിയുടെ ദേഹം നോവിച്ചതിനും കണ്ണ് നനയിച്ചതിനും വെല്ലുവിളിച്ചതിനും എല്ലാം ചേർത്ത് അബ്ദുൾ ഖാദറിനെ കൊന്ന ചേച്ചിയുടെ പകുതി പക മതി അർച്ചനയെ നമുക്ക് ജയിക്കാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.